സി-കാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം മനുഷ്യനും സാമൂഹിക ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ വിഷയത്തിൽ ക്ലാസുകൾ നൽകുന്നതിനും നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? സാറാണ്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ബെന്നി. സാറിൻ്റെ ചോദ്യം: മനുഷ്യർ തമ്മിൽ പുലർത്തേണ്ട സാഹോദര്യത്തിന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യവുമായി ഏറെ സാമ്യമുണ്ടെന്ന് പറയുന്നു. ഇത് ഏതൊക്കെ മേഖലയിലാണെന്ന് പിതാവിനൊന്ന് വ്യക്തമാക്കാവോ? യെസ്, അതായത് മനുഷ്യൻ്റെ സാഹോദര്യത്തിന് പരിശുദ്ധ ത്രിത്വവുമായി ബന്ധമുണ്ട് എന്ന് അത് സത്യമാണ്. മുൻ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ചില സൂചനകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് മനുഷ്യൻ്റെ സമൂഹ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലെയനാർഡോ ബോഫ് പരിശുദ്ധ ത്രിത്വത്തെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ, നീ, നമ്മൾ എന്ന ബന്ധമാണ് പരിശുദ്ധ ത്രിത്വം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഞാൻ മാത്രമായിരിക്കുന്നിടത്ത് ത്രിത്വമില്ല. ഞാൻ നിന്നെയും കൂടി അംഗീകരിക്കുന്നു. ആ കൂട്ടായ്മയിൽ മറ്റുള്ളവർക്ക് സ്ഥാനമുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അതാണ് നമ്മൾ എന്ന് പറയും. അത് ത്രിത്വൈക ബന്ധമാണ് എന്ന് പറയും. നമുക്കറിയാം, എല്ലാ സമൂഹത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ പോലും ത്രിത്വൈക മാനമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് ദൈവ കൃപയിൽ യോജിപ്പിക്കപ്പെട്ടതുകൊണ്ട് അതിനകത്ത് ത്രിത്വൈക മാനമുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. മാതാപിതാക്കൾ, മക്കൾ എന്നുള്ള ബന്ധത്തിൽ ഒരു ത്രിത്വൈക മാനമുണ്ട്. അതുകൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ കൂട്ടായ്മയ്ക്ക് മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത് എപ്പോഴും പരിശുദ്ധ ത്രിത്വത്തെയാണ്. രണ്ടാമതായി, ഈ പരിശുദ്ധ ത്രിത്വം എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഞാനാണ് വലിയത്, നീയാണ് വലുത് എന്നുള്ള തർക്കം അവിടെയില്ല. പിതാവ് എല്ലാ കാര്യവും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പിതാവ് എല്ലാറ്റിനും ഉപരിയാണ് എന്ന് ചിന്തിക്കുന്ന പുത്രൻ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതല്ലാതെ എനിക്ക് മറ്റൊരു ഭക്ഷണവും വേണ്ട എന്ന് പറയുന്ന പുത്രൻ, എൻ്റെ പിതാവ് അയക്കുന്ന മറ്റൊരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. പിതാവ് എന്നെ അയച്ചതുപോലെ പരിശുദ്ധാത്മാവിനെയും അയക്കുമെന്നാണ് ഈശോ പറയുന്നത്, അല്ലേ? സഭാപിതാവായ വിശുദ്ധ അത്തനേഷ്യസ് പരിശുദ്ധ ത്രിത്വത്തെ വിശേഷിപ്പിക്കുന്നത് പിതാവായ ദൈവം ലോകത്തെ ആശ്ലേഷിക്കാൻ നീട്ടിയ രണ്ട് കരങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നു. അപ്രകാരം എന്താണ് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ആരും ആരെയും അടിച്ചമർത്തുന്നില്ല, ആരും ആരുടെയും മേൽ അധീശത്വം പുലർത്തുന്നില്ല. മറിച്ച് എല്ലാവരും ഈ ത്രിത്വൈക കൂട്ടായ്മയിലെ മൂന്ന് പേരും സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നു. സമൂഹ ജീവിതം എന്ന് പറയുമ്പോൾ അത് നിയമത്തിൽ ഒന്നാവുന്ന അവസ്ഥയുണ്ടാകാം, അതല്ലെങ്കിൽ അധികാരത്തിൻ്റെ കാർക്കശ്യം കൊണ്ട് കൂട്ടായ്മയിൽ നിലനിർത്തപ്പെടുന്നതുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ മാനദണ്ഡം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന സത്യം ത്രിത്വം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയും. ഓക്കെ, ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, സാറ് ജോസാർ അല്ലേ? HM ആണ്. ഓക്കെ, സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, അധികാരം ദൈവികമാണെന്ന് സഭയും സാർവത്രിക മതബോധന കേന്ദ്രവും നമ്മളെ പഠിപ്പിക്കുമ്പോൾ
ചില കുൽസിത മാർഗത്തിലൂടെ അധികാരത്തിൽ വരുന്ന രാജ്യ തലവന്മാരുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്. ഇവർ ഈ അധികാരം പിന്മുറക്കാർക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഈ അധികാരത്തെ നമുക്ക് ദൈവികം എന്ന് വിളിക്കാൻ പറ്റുമോ? അധികാരം അംഗീകരിക്കപ്പെടേണ്ടത് നിയമാനുസൃതമായ വഴികളിലൂടെ ആ വ്യക്തി അധികാരത്തിലെത്തുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥ അധികാരിയാകുന്നത്. കുൽസിത മാർഗത്തിലൂടെ വരുന്നവനെ അധികാരി എന്നല്ല വിളിക്കേണ്ടത്, കുൽസിതൻ എന്ന് വിളിക്കാം. മനസ്സിലായി? അങ്ങനെ ഒരു വാക്കുണ്ട്, കുൽസിതൻ. കാരണം അവൻ തന്ത്രശാലിയാണ്. അത്തരം വ്യക്തികളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന വേദികൾ സമൂഹത്തിലുണ്ട്. നമ്മൾ ഇലക്ഷനിൽ ഒരാൾ കൃത്രിമം കാണിച്ചു എന്നുണ്ട് എങ്കിൽ ആരെങ്കിലും ജയിച്ചു പോട്ടെ, എന്നേലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളതെല്ലാം നമ്മുടെ വിഷയമല്ലാതെ കണ്ണടച്ച് കളയും. അതല്ല വേണ്ടത്. അതിനെ കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യണം. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ അധികാരി യഥാർത്ഥ അധികാരിയല്ല, വ്യാജനാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. അത് ത്യാഗമുണ്ട്, അതിൻ്റെ പിന്നിൽ കഷ്ടപ്പാടുണ്ട്, ചിലപ്പോൾ ഒറ്റപ്പെടുത്തലുകളുണ്ടാകാം. പക്ഷേ അപ്രകാരം ദൈവീക അധികാരം ഭൂമിയിൽ സംജാതമാകാൻ വ്യാജ അധികാരങ്ങളെ നമ്മൾ പടിക്ക് പുറത്ത് നിർത്തേണ്ടതുണ്ട്. കള്ളനാണയങ്ങളെ തിരിച്ചറിയാനും തിരുത്താനും വേണ്ടി വന്ന തിരിച്ചയക്കാനുമുള്ള ഒരു ആർജവത്വം ഈ രാജ്യത്തെ പൗരന്മാർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ പൗരബോധമുള്ളവർക്ക് മാത്രമേ നല്ല അധികാരികളെ ലഭിക്കുകയുള്ളൂ എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയും. സാറിന് ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? യെസ്. ആരാണ് ഇത് ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? എൻ്റെ പേര് ബിൻസി. ഓക്കെ, ടീച്ചറുടെ ചോദ്യം. പിതാവേ, സമൂഹത്തിൻ്റെ നന്മയ്ക്കും ക്ഷേമത്തിനും വികസനത്തിനും എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കണം എന്ന് മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്നാൽ മിക്കവരും തന്നെ ഇന്ന് സ്വന്തം ലാഭത്തിനും വികസനത്തിനുമെല്ലാമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്ന വാക്കിൻ്റെ പ്രസക്തി ഇപ്പോൾ എപ്രകാരമുണ്ട്? പിതാവിന് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? യെസ്, ടീച്ചർ പറഞ്ഞതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പൊതു നന്മ സംജാതമാകുന്നത്. രാഷ്ട്രമാണെങ്കിലും സമൂഹമാണെങ്കിലും വളരുന്നത്. ഇന്ന് അത് മാറ്റിയിട്ട് മനുഷ്യൻ സ്വാർത്ഥരായിത്തീരുന്നു. അങ്ങനെ സ്വാർത്ഥരായിത്തീരുമ്പോൾ സംഭവിക്കുന്ന എന്താ? പൊതുവായ വളർച്ച കുറയുകയും ഒറ്റപ്പെട്ട വളർച്ചകൾ പൂർവാധികം ശക്തിപ്പെടുകയും ചെയ്യും. അല്ലേ? നമ്മൾ ഈ നാളുകളിൽ കേട്ട ചില കണക്കുകൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സമ്പത്തിൻ്റെ 70% കൈയടക്കി വച്ചിരിക്കുന്നത് വിരലേൽ എണ്ണാൻ പോരുന്ന ചില കോർപ്പറേറ്റ് മുതലാളിമാരാണ് എന്നാണ് നമ്മൾ കേൾക്കുക. അതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? അത് ഈ രാജ്യം അപകടകരമായ രീതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കാരണം ഉള്ളവൻ കൂടുതൽ സമ്പന്നനാകുന്നു, ഇല്ലാത്തവൻ്റെ കീശയിൽ നിന്ന് ഉള്ളതും കൂടി പിടിച്ചു പറിച്ചെടുക്കപ്പെടുന്നു. അത് നമ്മൾ തിരിച്ചറിയണം. തെറ്റായ വഴികളിലൂടെ വ്യാജമായ പ്രേരണകൾ, പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ കോർപ്പറേറ്റ് ഉടമകൾ വലിയ മുതലാർജിക്കുമ്പോൾ സാധാരണക്കാരന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നീങ്ങും. ഇത് സൂചിപ്പിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ, പൊതു നന്മയെ കരുതിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നിപ്പോഴില്ല. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വ്യക്തി നന്മകൾക്ക് വേണ്ടി വലിയ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞ, ഏറ്റവും ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളെല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? മൊബൈൽ ഫോണുണ്ട്, അല്ലേ? മൊബൈൽ ഫോണ് പണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മൊബൈൽ ഫോണെല്ലാം ഏത് കമ്പനിയുടേതായിരുന്നു? അതിലെ കണക്ഷനാണ് ഞാൻ ചോദിക്കുന്നത്. BSNL രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഫോൺ കണക്ഷനാണ്. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് ഫോൺ കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ വന്നു. ആരുടെയും പേരൊന്നും നിങ്ങൾ പറയണ്ട, പക്ഷെ നിങ്ങൾക്കറിയാം അങ്ങനെ കമ്പനികൾ വന്നു. ഈ കമ്പനികൾ ശക്തമായി വളർന്നു.
അവ തടിച്ചു കൊഴുത്തു. നമ്മുടെ സർക്കാരിൻ്റെ ഫോൺ കമ്പനി മെലിഞ്ഞുണങ്ങി, അല്ലേ? എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. അതാണ് പൊതു നന്മയെ കരുതിയുള്ള പ്രവർത്തനങ്ങൾ കുറയുകയും അതുപോലെ സ്വകാര്യ സംരംഭങ്ങൾ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അത് ശരിയായ ദിശയിലുള്ള വളർച്ചയല്ല. സമൂഹത്തിലെ ഏതാനും പേർ മാത്രം വളർന്നാൽ അത് സമൂഹത്തെ ക്യാൻസർ ബാധിച്ചതിന് സമാനമാണ്. ക്യാൻസറും വളർച്ചയാണ്, അല്ലേ? ക്യാൻസർ ഒരു വളർച്ചയാണ്. ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തെ കോശങ്ങൾ ഇതര കോശങ്ങളെ അപേക്ഷിച്ച് ക്രമാതീതമായി വളരുന്നതിനെയാണ് ക്യാൻസർ എന്ന് പറയും, അല്ലേ? അത് അപകടകരമായ വളർച്ച, അത് ഗുണകരമല്ല ആ വളർച്ച. നമ്മുടെ ശരീരത്തിൽ ഒരു ട്യൂമർ ഉണ്ടായി, ക്യാൻസറസ് ട്യൂമർ, അതിങ്ങനെ ബലൂൺ പോലെ വീർത്ത് വലുതായി വരാം. അതും വളർച്ചയാണ്. പക്ഷേ ആ വളർച്ച സമൂഹത്തിൻ്റെ സമഗ്ര വളർച്ചയെ നശിപ്പിച്ച് കളയുന്ന വളർച്ചയാണ്, അല്ലേ? എന്നതുപോലെയാണ് ഏത് സമൂഹത്തിലും പൊതുനന്മയെ അവഗണിക്കുകയും സ്വകാര്യ നന്മകൾ മുൻനിരയിലെത്തുകയും ചെയ്യുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയെ എപ്പോഴും പിന്നോട്ട് നയിക്കുകയുള്ളൂ. ഒരു സമൂഹം ദുർബലമാകാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ചില മരണമണികളായി ഇത്തരത്തിലുള്ള സ്വകാര്യ വളർച്ചകളെയും പൊതു തളർച്ചകളെയും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മതബോധന ഗ്രന്ഥം തരുന്ന സൂചന. ടീച്ചർക്ക് ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? ലില്ലിക്കുട്ടി. ഓക്കെ, ടീച്ചറുടെ ചോദ്യം. പിതാവേ, വിശ്വാസികളെ സഭയുടെ പ്രബോധനം അനുസരിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ബോധവൽക്കരിക്കാൻ സഭയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്ന് വിശദീകരിച്ച് തരാമോ? ഓക്കെ, അതായത് സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു വിശ്വാസിയെ നമുക്ക് എങ്ങനെ ബോധവൽക്കരിക്കാൻ പറ്റും എന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം. ഈ ബോധവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഏജൻറ്റുകളാണ് നിങ്ങൾ, അല്ലേ? നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. കാരണം നിങ്ങളാണ് ഏറ്റവും വലിയ ബോധവൽക്കരണ സഭയിൽ നടത്തുക. ഒരിടവകയിൽ അച്ഛനും സിസ്റ്റർമാരും ഒക്കെ മാറിപ്പോകും. ഒരു വിശ്വാസത്തിൻ്റെ ദീപനാളം അണയാതെ തലമുറകളിലേക്ക് പകരുക എന്ന വലിയ ദൗത്യം മതാധ്യാപകരുടേതാണ്, അല്ലേ? യെസ്, ഇല്ലേ? നിങ്ങളത് തിരിച്ചറിയണം. അങ്ങനെ ഒരു വലിയ ദൗത്യം നിങ്ങൾക്കുണ്ട്. അച്ഛന്മാരൊക്കെ വരികയും സമയാസമയങ്ങളിൽ മാറിപ്പോകും. മാറ്റമില്ലാതെ നിൽക്കുന്നത് ആരാണ്? മതാധ്യാപകർ മാത്രമാണ്. ആ മതാധ്യാപകർ ആണ് സ്വന്തം മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ ബോധവൽക്കരിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ളവർ അവരാണ്. തീർച്ചയായും മാതാപിതാക്കളും ഗുരുജനങ്ങളും അതുപോലെ വൈദികർ ഇവരൊക്കെയും ഈ ഒരു ദൗത്യത്തിൽ തന്നെയാണ് പങ്കാളികളാവുക. ഈ ഒരു ബോധവൽക്കരണം നൽകണമെങ്കിൽ നൽകുന്ന വ്യക്തികൾക്ക് മനസാക്ഷി അനുസരിച്ച് ജീവിക്കുന്ന പതിവും ശൈലിയും ഉണ്ടാകണം. നമ്മൾ തോന്നിയ പോലെ ജീവിച്ചിട്ട് വ്യക്തികളോട് മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കാൻ പറയുന്നതിൽ അർത്ഥമില്ല. മനസാക്ഷി അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോഴും അപകടമുണ്ട്. ലോകത്തെ വലിയ തീവ്രവാദികളടക്കം പറയുന്നത് അവരവരുടെ മനസാക്ഷി അനുസരിച്ചാണ് കൊല്ലുക, അവരവരുടെ മനസാക്ഷി അനുസരിച്ചാണ് കൊലപാതകം നടത്തുന്നതെന്നാണ്, അല്ലേ? അപ്പോൾ അതെന്തൊരു മനസാക്ഷി? അത് അങ്ങനത്തെ മനസാക്ഷി ഉണ്ടോ? നമുക്ക് ന്യായമായി സംശയം തോന്നാം. അവൻ പറയുന്ന അവൻ്റെ മനസാക്ഷി അനുസരിച്ച് അവൻ ചെയ്തത് ശരിയാണ്, അവൻ ഈ കൊല്ലുന്നത് ശരിയാണ്. നാട്ടിലെ ഭീകരന്മാർ ചെയ്യുന്നതാണ്. അവർ വിചാരിക്കുന്ന അവർ ചെയ്യുന്നത് ശരിയാണ്. എന്താണ് ആ മനസാക്ഷി അനുസരിച്ചുള്ള പ്രവൃത്തിയുടെ കുഴപ്പം? അത് തെറ്റായ രീതിയിൽ രൂപീകരിക്കപ്പെട്ട മനസാക്ഷികളാണ്. അതായത് ഒരു മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കണമെന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു വലിയ സത്യം അടങ്ങിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ രൂപീകരിക്കപ്പെട്ട മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് മാത്രമേ ഒരു വ്യക്തി ജീവിക്കാൻ പാടുള്ളൂ. തെറ്റായ രീതിയിൽ രൂപീകരിക്കപ്പെട്ട മനസാക്ഷി അനുസരിച്ച് ജീവിച്ചാൽ അത് അപകടകരമാണ്. ഇവിടെ ഈ ബോധവൽക്കരണത്തിൻ്റെ പ്രത്യേകത അവിടെയാണ്.
ഒരു വ്യക്തിയെ ശരിയായ രീതിയിൽ മനസാക്ഷി രൂപീകരണത്തിന് സഹായിക്കാൻ ഇത്തരത്തിലുള്ള നിരന്തരമായ ബോധവൽക്കരണങ്ങൾ, കോൺഷ്യൻ്റൈസേഷൻ ആവശ്യമാണ്. അതാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, വിവിധ വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രങ്ങളുടെ വായന, സർവോപരി ദൈവവചനമായ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, മനസാക്ഷിയുടെ ശരിയായ രൂപീകരണത്തിന് അത് സഹായകമാണ്. അതോടൊപ്പം തന്നെ തിരുസഭ കാലാകാലങ്ങളിൽ നൽകുന്ന സഭാപ്രബോധനങ്ങൾ, മജിസ്റ്റീരിയൽ പ്രബോധനങ്ങൾ, അവ വായിച്ച് പഠിക്കുന്നതും ശരിയായ മനസാക്ഷി രൂപീകരണത്തിന്, ക്രിസ്തീയ മനസാക്ഷിയുടെ രൂപീകരണത്തിന് സഹായകമാണ്. പിതാവേ, നമ്മളും സമൂഹവും നമ്മുടെ ജീവിതത്തിലെ അവകാശങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, എന്നാൽ കടമകളെക്കുറിച്ച് പറയുന്നേയില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം? ജോബോയ് സാറ് ചോദിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. എല്ലാവരും അവകാശങ്ങളെക്കുറിച്ച് അമിതമായി സംസാരിക്കുന്നു. അതേസമയം കടമകൾ എല്ലാവരും മറന്നുപോകുന്നു. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രസിദ്ധമായ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. ഇംഗ്ലണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കരുത്, മറിച്ച് ഈ യുദ്ധകാലത്ത് നിങ്ങൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം, ഞാൻ എൻ്റെ രാജ്യമായ ഇംഗ്ലണ്ടിന് വേണ്ടി എന്ത് ചെയ്യുന്നു? വാസ്തവത്തിൽ ഒരു ജനതയെ മുഴുവനും അദ്ദേഹം ഉണർത്തിയെടുത്തൊരു ചോദ്യമാണ്. ചില സമയത്ത് നമ്മൾ കടമകളെക്കുറിച്ച് മാത്രം ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ രാജ്യത്ത് അപ്രകാരം പ്രളയകാലത്ത് നമ്മുടെ മനുഷ്യർ ചെയ്തു. നമുക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, നമുക്കറിയാം എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് പ്രളയ സമയത്ത് നമ്മൾ കണ്ടത്. അന്നാരും ഈ മന്ത്രിമാരൊക്കെ എവിടെ പോയി കിടക്കുവാണ്, ഇതിവരുടെ പണിയല്ലേ, ആരും കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് കുറ്റവും പറഞ്ഞുകൊണ്ട് ആരും വരുന്നില്ല. എല്ലാവരും തങ്ങളാലാവുന്നത് പോലെ ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി എന്നുള്ളത് പരമാർത്ഥമാണ്. അതാണ് കടമയെക്കുറിച്ച് ബോധമുള്ള ഒരു ജനതയുടെ യഥാർത്ഥ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടതാണ്. അത് നല്ലതാണ്. കടമയെക്കുറിച്ച് കൂടി മനുഷ്യന് ബോധം വേണം. എല്ലാവരും അവകാശത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോഴും ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ പലപ്പോഴും സർക്കാർ ജീവനക്കാരെ കുറിച്ചൊക്കെ സാധാരണ മനുഷ്യരുടെ ഒരു ആരോപണമാണ്. സർക്കാർ ജീവനക്കാരൊക്കെയും വളരെ നല്ല മനുഷ്യരും 100% ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. മറിച്ച് സ്വന്തം അവകാശത്തെക്കുറിച്ച് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇതുവരെ നിയമിച്ചില്ലല്ലോ എന്നോർത്ത് സമരത്തിനിറങ്ങുന്നവർ, അതുപോലെ തന്നെ തങ്ങളുടെ DA വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതിൽ കലഹത്തിനിറങ്ങുന്നവർ, ഇവരൊക്കെ അവകാശത്തെക്കുറിച്ച് അമിതബോധമുള്ളവരും എന്നാൽ തങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ അതെന്താണെന്നൊരു പിടിയില്ലാത്തവരുമുണ്ട്. അത് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാകട്ടെ സർക്കാർ സ്ഥാപനങ്ങളിലാകട്ടെ ജീവനക്കാർക്ക് അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെ പകുതിയെങ്കിലും കടമകളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യം എത്രയോ പണ്ടേ വികസിക്കുമായിരുന്നു, ഇല്ലേ? അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സമൂഹ ജീവിതത്തിൽ തീർച്ചയായും അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ആവശ്യമാണ്. പക്ഷേ അതോടൊപ്പം തുല്യ പ്രാധാന്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ കടമകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനും അനുഷ്ഠിക്കേണ്ടതുണ്ട്. വഴിയേ പോയി നമ്മൾ കണ്ടു, മുമ്പിൽ പോയ വണ്ടി ഒരു മനുഷ്യനെ ഇടിച്ച് നിലത്തിട്ടു. അയാൾ വഴിയരികിൽ കിടന്ന് പിടയുകയാണ്. നമ്മൾക്ക് ധാർമ്മിക രോഷം കൊള്ളാം. ആ വണ്ടിക്കാരൻ ചെയ്ത് ശുദ്ധ തോന്നിവാസമല്ലേ? ഇത് ചോദിക്കാനും പറയാനും ഇവിടെ പോലീസില്ല, ഇവിടെയൊക്കെ ക്യാമറ പിടിപ്പിക്കേണ്ടതല്ലാഞ്ഞോ? വിദേശത്താണെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാം? പാവം
വണ്ടി ഇടിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടു, നമ്മളിതും പറഞ്ഞ് ഇടിച്ചിട്ടവൻ്റെ പുറകെ നമ്മളും വണ്ടി ഓടിച്ചു പോയി എന്ന് വിചാരിക്കുക. അതെന്താണ്? കടമയെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു പൗരൻ്റെ മനോഭാവം. മുമ്പിൽ പോയവൻ ചെയ്തത് തെമ്മാടിത്തമാണ് എങ്കിൽ അതിനേക്കാൾ ഒട്ടും കുറയാത്ത മര്യാദകേടാണ് പിന്നാലെ പോയ ഈ പ്രവാചകനും ചെയ്തേച്ച് പോകും, ഇല്ലേ? അത് കടമയെക്കുറിച്ചൊരു സമൂഹത്തിന് അവബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പരസ്പരം കാവലാളുകളാകാൻ കഴിയാതെ പോകും. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സർവ്വ തിന്മകൾക്കും പിന്നിൽ ഇപ്രകാരമുള്ള നിരുത്തരവാദപരമായ സമീപനങ്ങളുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരാൾ മറ്റൊരു വീട്ടിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന കണ്ടാൽ, ഇനി അവിടെ കിടന്ന് ഒച്ചയെടുത്ത് ഇനി അയാൾ എന്നെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ തടിയൂരി മാറിപ്പോകും. അതറിയിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുക, നിയമത്തിൻ്റെ മുമ്പിൽ ഇത്തരം വ്യക്തികളെ കൊണ്ടുവരിക തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ളൊരു പൗരന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ജോബോയ് സാറ് പറഞ്ഞത് വളരെ വലിയൊരു സത്യമാണ്. എന്താണ്? നമ്മൾ കടമകളെക്കുറിച്ചുകൂടി അവബോധം വേണം. അത് സമൂഹ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഭാവി അപകടത്തിലാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഒരു നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ അവിടുത്തെ വരുമാനത്തിൻ്റെ 97% ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സൂചന നൽകുന്നുണ്ട്. എന്താണ്? ഈ 97% വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഈ 97% വരുമാനം പ്രയോജനപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തികൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ടാണ് വരുമാനത്തിൻ്റെ മുഴുവനും ശമ്പളത്തിന് വേണ്ടി സർക്കാരുകൾ ഉപയോഗിക്കുന്ന ഗതികേടുകൾ ഉണ്ടാകുന്നു. മറിച്ച് ഇപ്രകാരം ശമ്പളം പറ്റുന്നവർ സമൂഹത്തിന് തിരിച്ചു നൽകുന്നത് ഒന്നുമില്ല എന്നുള്ളതിൻ്റെ സൂചനയായി ഇത്തരം സ്ഥിതിവിവര കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ അവകാശവും കടമയും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ച് മതബോധന ഗ്രന്ഥം നൽകുന്ന ചില തിരിച്ചറിവുകൾ ഈ കാലഘട്ടത്തിന് അനിവാര്യമായ തിരിച്ചറിവ് തന്നെയാണ്. ഓക്കെ, ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ. പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.